children? How are you? Are you fine? Yes. Okay. Today, Friday. എല്ലാവർക്കും അറിയോ? ഇന്നെന്താ ദിവസം എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയോ? കുട്ടികളല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചല്ലോ? അതെ. ആ ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കും അല്ലേ? എക്സാം അല്ലേ? വൈകുന്നേരം നമുക്ക് എക്സാം ഉണ്ട് അല്ലേ? ഇംഗ്ലീഷ് എക്സാം ഉണ്ട്. എല്ലാവരും ബുക്ക് കൊടുത്തിട്ട് നന്നായി പഠിക്കണം കേട്ടോ. ഓക്കെ. നമ്മുടെ എക്സാം എന്നാ നമ്മുടെ എക്സാം? മൺഡേ അല്ലേ? എല്ലാവരും പഠിച്ചതൊന്നൊക്കെ പഠിച്ചോ? പഠിച്ചില്ലേ? ചിത്രങ്ങളുടെ പേരൊക്കെ പഠിച്ചില്ലേ? കുറച്ച് ഭാഗങ്ങൾ ഇന്ന് ചോദിച്ചു നോക്കട്ടെ നിങ്ങളോട്. നിങ്ങൾക്ക് അറിയോ നോക്കാലോ. കുറെ വാക്കുകൾ പഠിച്ചില്ലേ ചിത്രങ്ങളുടെ പേര്? അപ്പൊ മിസ് ചോദിക്കാൻ പോവാട്ടാ. നമ്മൾ ഏതാ പഠിച്ചത്? ഏതക്ഷരങ്ങളൊക്കെ പഠിച്ചത്? വ്യഞ്ജനാക്ഷരങ്ങളിൽ ഏതാ അക്ഷരം പഠിച്ചത്? കക്ക ഗംഗ. കക്ക ഗംഗ. കക്ക ഗംഗ. ഇനിയോ? ചച്ച ജഞ്ചഞ്ഞ. അടുത്തത് തട്ട രണ്ടെണ്ണ. തത്ത രണ്ടെണ്ണ. പപ്പ പമ്പമ്മ. അത്രയും പഠിച്ചില്ലേ നമ്മള്? കക്ക ഗംഗ, ചച്ച ജഞ്ചഞ്ഞ, തട്ട രണ്ടെണ്ണ, തത്ത രണ്ടെണ്ണ, പപ്പ പമ്പമ്മ. ഓക്കെ. എല്ലാവരും പഠിച്ചില്ലേ? നമ്മള് മുന്നേ ഏതാ പഠിച്ചത് സ്വരാക്ഷരങ്ങള്? ഒന്ന് പറഞ്ഞേ. കുട്ടി ഒന്ന് പറഞ്ഞേ. എല്ലാവരും സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും പഠിച്ചു കഴിഞ്ഞു അല്ലേ? എല്ലാവരും പഠിച്ചില്ലേ? ഇരിക്കുമ്പോഴൊക്കെ എല്ലാവരും ചൊല്ലി നോക്കണം സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഒക്കെ. അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് ഇരിപ്പല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. ചോദിക്കണതൊക്കെ കിട്ടുന്നുണ്ടാന്ന് നിങ്ങൾ നോക്കണം കേട്ടോ. എന്നാലേ എക്സാമിൽ ചോദിക്കുമ്പോ കിട്ടുള്ളൂ. ഇനി നമ്മൾ ആദ്യം പഠിച്ചത് കക്ക ഗംഗ അല്ലേ? അപ്പൊ ക എന്ന അക്ഷരത്തിന് നമ്മൾ ഏതാ പഠിച്ചത്? ഒരു വാക്ക് പറഞ്ഞേ. കണ്ണ്. ഇനി അടുത്തത് നഖം, ഗഗം, ഘടികാരം, ഞാവു. ഇനി ചച്ച ജഞ്ചഞ്ഞ അതിലൊന്ന് പറഞ്ഞേ. ചക്രം, ചത്രം, ജനൽ, ദശം, ഞാവൽപ്പഴം. ഇത്രയും പഠിച്ചു അല്ലേ? ഇനി അടുത്തത് വട, മിഠായി, ഡപ്പി, ഡക്ക, മണി. രണ്ടെണ്ണ. ഇനി അടുത്തത് തത്ത, രഥം. അടുത്തത് രഥം രണ്ട്. ദീപം.
ഉപകരണമാണല്ലേ. അമ്പലത്തില് കൊട്ടാരം ഉപയോഗിക്കുന്ന ഉപകരണമാണല്ലേ തയ്ക്ക. ആ നമ്മള് പാ എന്ന അക്ഷരത്തിന് വേറൊരു വാക്ക് പഠിച്ചിട്ടുണ്ടല്ലോ ആദ്യം. അതേതാ? ഏതാ പാ എന്ന അക്ഷരത്തിന് വേറൊരു വാക്ക് പഠിച്ചത്? ആ പറ അല്ലേ. ഏതാണ്? പറ. ആ പറ എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ നമ്മള്. പറ എന്തിനാ ഉപയോഗിക്കുക? പറഞ്ഞല്ലോ. എന്തിനാ പറ ഉപയോഗിക്കുക? ആ നെല്ലളക്കാൻ ഉപയോഗിക്കൂല്ലേ. ആ പിന്നെ മിസ് കുറെ കാര്യങ്ങൾ മുന്നേ പഠിപ്പിച്ചു നമുക്ക് മറന്നോ നിങ്ങള്? ഉരൽ എന്തിനാ ഉപയോഗിക്കുക? ഉരൽ എന്തിനാ ഉപയോഗിക്കുക? ആ നെല്ല് കുത്താനും അരി പൊടിക്കാനൊക്കെ അല്ലേ. ആ ഇനി കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയല്ലോ. കഴിഞ്ഞ ക്ലാസ്സൊക്കെ ഒന്ന് ഓർത്ത് എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സൊക്കെ ഒന്ന് ഓർത്ത്. ഡ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു വാക്ക് പറഞ്ഞേ. ഡപ്പി. ആ ഡപ്പിയിൽ എന്താ നമ്മൾ വെക്കുക? ആ ഡപ്പിയില് നമ്മള് മരുന്നൊക്കെ വെക്കൂല്ലേ. ആ ഡപ്പി. ഡ എന്ന സ്ഥലത്തില് ഏതാ? ഡപ്പി. ഇനി മിസ് ഈ ആപ്പിളും ഓറഞ്ചും മുന്തിരിക്കൊക്കെ ഒരു പേര് പറഞ്ഞിട്ടുണ്ട്. എന്താത്? എന്താത്? എല്ലാതും കൂടിയിട്ടിരിക്കുമ്പോ മിസ് ഒരു പേര് പറഞ്ഞില്ലേ? ചിത്രം കാണിച്ചു തന്നിട്ട് ഇതിന് എന്താത്? ഇതെന്താ? ഫലം. എന്താണ്? ആ ഇതിന് ഫലം എന്നാ പറയാ. എന്താ പറയാ? ഇതിനെന്താ പറയാ? എന്താ ഇതിന് പറയാ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചല്ലോ. ആ ഫലം. 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 ഇതെന്താ? ഇതിന്റെ പേര് പറഞ്ഞേ. ഇതിന്റെ പേര് പറഞ്ഞല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് കാണിച്ചതാണ് ഇതൊക്കെ. ആ ഇതിന്റെ പേരെന്താ? ആ ബലൂൺ. നിങ്ങൾക്ക് കളറുകൾ പഠിപ്പിച്ചതുണ്ടാ? നിങ്ങൾക്ക് കളറുകൾ പഠിപ്പിച്ചതുണ്ടാ ഇംഗ്ലീഷില്? ആ അപ്പൊ ബലൂണിന് ഏതാ കളർ വന്നത്? ഏതാ കളർ വന്നത്? നീല അല്ലേ. ആ നീല, പച്ച, ചുവപ്പൊക്കെ പഠിപ്പിച്ചതുണ്ടാ? ഉണ്ടാ? ആ കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഭക്ഷണം കഴിക്കുമ്പോ പ്രാർത്ഥിക്കാനല്ലേ. പ്രാർത്ഥിച്ചല്ലോ. ഭക്ഷണം കഴിക്കുമ്പോ ഒക്കെ പ്രാർത്ഥിച്ചിരുന്നോ? ആ നല്ല കുട്ടികളായിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുമ്പോ പ്രാർത്ഥിക്കണം. എല്ലാരും പ്രാർത്ഥിക്കാറുണ്ടാ? വൈകുന്നേരമൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടാ? ആ കൊറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടാ. ആ എന്താ? രാവിലെ ആ അമ്മയ്ക്കും അച്ഛനൊക്കെ ഉമ്മ കൊടുക്കണം അല്ലേ. ആ അതൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞേ? ആ കുളിച്ച് നല്ല കുട്ടികളായിട്ട് നഖമൊക്കെ വെട്ടി നല്ല മുടിയൊക്കെ നല്ല ഭംഗിയായിട്ട് രണ്ട് ഭാഗം കെട്ടിയിട്ടൊക്കെ നല്ല സുന്ദരികളായിട്ടും സുന്ദരന്മാരായിട്ടും ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ അതൊക്കെ മറന്നോ നിങ്ങള്? ആ ശരി. ആ അപ്പൊ എന്താ മിസ് പറഞ്ഞത്? ആ ബലൂണിന്റെ നിറം എന്താന്ന് ചോദിച്ചു അല്ലേ. കളറുകളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടാ. എന്താ ബലൂണിന്റെ നിറം? ഈ ബലൂണിന്റെ നിറം എന്താ? ഏതാ? ആ ഏതാ നിറം? നീല അല്ലേ. നീല എന്നാ പറയാ. കണ്ടോ? പിന്നെ നിങ്ങൾക്ക് ദിവസങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഇംഗ്ലീഷിൽ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? സൺഡേ, മൺഡേ എന്നൊക്കെ ഇല്ലേ? ആ അപ്പൊ അതിന്റെ മലയാളം അറിയോ നിങ്ങക്ക്? സൺഡേ എന്ന് പറഞ്ഞ എന്താ? ഞായറാഴ്ച അല്ലേ. മൺഡേ. മൺഡേ ഏതാ? ആ തിങ്കള്. ആ ട്യൂസ്ഡേ. ഏതാ ട്യൂസ്ഡേ? ചൊവ്വ. വെനസ്ഡേയോ? ബുധൻ. തേഴ്സ്ഡേ വ്യാഴം. ഫ്രൈഡേ വെള്ളി. സാറ്റർഡേ ശനി. ഇത് പഠിപ്പിച്ചു തന്നിട്ടാ? എന്നൊന്ന് പറഞ്ഞ മിസ്സിനോട് പറഞ്ഞു തന്നല്ലാരും. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ,
വ്യാഴം, വെള്ളി, ശനി. പഠിക്കണം കേട്ടോ. ആ ഇംഗ്ലീഷിൽ പറഞ്ഞ പോലെ മലയാളത്തിൽ അറിയുന്ന ദിവസങ്ങളുടെ പേര്. സൺഡേ മൺഡേ ട്യൂസ്ഡേ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അതുപോലെ പഠിക്കണം. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. എത്ര ദിവസം ഉണ്ട് ആഴ്ചയില്? എത്ര ദിവസം ഉണ്ട്? എത്ര ദിവസമാണ് ആഴ്ചയില്? പറയാനേ എത്ര ദിവസം ഉണ്ട് ആഴ്ചയില്? ശരി കാണാനില്ല, ശരിക്കും പറയേ. 7 ദിവസം ഉണ്ട് അല്ലേ? 7 ദിവസം ഏതൊക്കെയാണെന്ന് നിങ്ങൾ പഠിക്കണം. എല്ലാവരും പഠിക്കണം കേട്ടാ. എന്നിട്ട് ഓരോ ദിവസം എനിക്ക് വരുമ്പോ ചോദിക്കണം എന്താ ദിവസം എന്ന് ചോദിക്കുന്നു. എന്താ ദിവസം അപ്പൊ പറഞ്ഞു കൊടുക്കാൻ മിസ്സിന് പറയണം. അമ്മമാരോട് ചോദിക്കണം എന്താ ദിവസം എന്ന് ചോദിക്കണം. എല്ലാവരും ചോദിക്കില്ലേ? എല്ലാവരും വാർത്തകളൊക്കെ കാണാറുണ്ടോ? നിങ്ങള് TV കാണാറുണ്ടോ? TV കാണും അല്ലേ? എന്താ കാണുക? ന്യൂസൊക്കെ കാണാറുണ്ടോ? ന്യൂസ് കാണാറുണ്ടോ? ആരൊക്കെ ന്യൂസ് കാണാറുള്ളത്? ഒന്ന് കൈ പൊക്കിയേ, ഒന്ന് പൊക്കി കാണിച്ചേ. നല്ല കുട്ടികളാലോ, ന്യൂസ് കാണാറുണ്ട് അല്ലേ? അപ്പൊ ന്യൂസൊക്കെ കാണണം. നിങ്ങൾ പഠിച്ച അക്ഷരങ്ങളൊക്കെ കാണാൻ എന്ത് വേണമെന്നറിയോ? നമ്മുടെ വീട്ടില് പേപ്പറൊക്കെ വരില്ലേ? മലയാളം പേപ്പറൊക്കെ കാണാറില്ലേ നിങ്ങള്? മാതൃഭൂമി, മലയാള മനോരമ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പേപ്പർ കിട്ടുമ്പോഴേ ഇതിന് നിവർത്തി നോക്കുമ്പോ കാണാൻ വലിയ അക്ഷരത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. പഠിപ്പിച്ച അക്ഷരങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പൊ പഴയ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ പഠിപ്പിച്ച അക്ഷരങ്ങളൊക്കെ അതിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ പെൻസിൽ ഉപയോഗിച്ച് ഓരോ റൗണ്ട് വരച്ചു കൊടുക്കുക. നിങ്ങൾ പഠിച്ച അക്ഷരങ്ങളൊക്കെ പേപ്പറിൽ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇങ്ങനെ വട്ടം വരച്ചു കൊടുക്കുക. അത് ചെയ്യോ? ആ പേപ്പറിൽ എത്ര എണ്ണം ഉണ്ട് നിങ്ങൾ പഠിച്ച അക്ഷരം നോക്കുവോ? എല്ലാവരും നോക്കണണ്ട. പുതിയ പേപ്പറിലൊന്നും അങ്ങനെ ചെയ്യരുത്. നമുക്ക് വേണ്ടാത്ത തല ദിവസത്തൊക്കെ പേപ്പർ ഉണ്ടാവില്ലേ? അതിലൊക്കെ നമ്മുടെ പെൻസിൽ എടുത്തിട്ട് അതിൽ നോക്കിയിട്ട് എത്ര എണ്ണം മിസ് പഠിപ്പിച്ച അക്ഷരങ്ങൾ അതിൽ കാണാൻ കഴിയും. സ്വരാക്ഷരങ്ങളിലും വ്യഞ്ജനാക്ഷരങ്ങളിലും ഒക്കെ ഉള്ള അക്ഷരങ്ങൾ അതിൽ കാണാൻ കഴിയും. അപ്പൊ നമുക്കത് കൂട്ടിയിട്ട് വായിക്കാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഒരക്ഷരമൊക്കെ നമുക്ക് കൂട്ടി വായിക്കാറില്ലേ? പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് പറന്നൊക്കെ കണ്ടാൽ നമുക്ക് വായിക്കാൻ പറ്റും അല്ലേ? ഇല്ലേ? ആന, പറ, തറ ഒക്കെ കണ്ടാൽ നമുക്ക് വായിക്കാറില്ലേ? അപ്പൊ പേപ്പറൊക്കെ കിട്ടുമ്പോഴേ അത് നമ്മള് പഠിച്ചത് എവിടെയെങ്കിലും ഉണ്ടോന്നൊക്കെ നമ്മൾ അതിലൊന്ന് ശ്രദ്ധിക്കുക. ഇത് വായിച്ചു നോക്കാൻ ശ്രമിക്കുക. ചെയ്യില്ലേ? അപ്പൊ എക്സാമിന് നിങ്ങള് ഓരോ അക്ഷരങ്ങൾ വെച്ചിട്ട് വാക്കുകൾ മിസ്സിന് പറഞ്ഞു തരണം. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ അല്ലേ? അപ്പൊ ഏതൊക്കെ നമ്മൾ പഠിച്ചത്? കക്ക, ഗംഗ, ചച്ച, ജഞ്ചഞ്ഞ, ടട്ട, ഡണ്ടണ്ണ, തത്ത, ദന്തണ്ണ, പപ്പ, പമ്പമ്മ. കക്ക, ഗംഗ, ചച്ച, ജഞ്ചഞ്ഞ, ടട്ട, ഡണ്ടണ്ണ, തത്ത, ദന്തണ്ണ, പപ്പ, പമ്പമ്മ. എല്ലാവരും ഇരുന്ന് അങ്ങനെ പഠിക്കണം. ഈ കുട്ടി പറയണ പോലെ എല്ലാവരും പറയണം. നല്ല കുട്ടികളുടെ എല്ലാവരും പറയണട്ടാ. ഇനി മിസ് മുന്നേ പഠിപ്പിച്ചതൊന്ന് ചോദിക്കട്ടെ. അറിയോ? മുന്നേ പഠിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടാ? താമരയ്ക്ക് പറയുന്ന പേരെന്താ? താമരയ്ക്ക് അംബുജം. അംബുജം. മരുഭൂമിയിലെ കപ്പൽ എന്ന് പറയുന്ന ഒരു മൃഗമുണ്ട് അല്ലേ?
പഠിച്ചു. ഇനി എന്താ അറിയാ? നെല്ല് കുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താ? ഉരൽ. അപ്പൂപ്പനൊക്കെ കുത്തി നടക്കാൻ ഉപയോഗിക്കുന്ന ഒരു പേര് പറഞ്ഞിട്ടാണല്ലോ ഒരു ഉപകരണത്തിന്റെ. അതിനെന്താ പേര് പറയാ? അപ്പൂപ്പനൊക്കെ ഇങ്ങനെ മുത്തശ്ശിമാരൊക്കെ കുത്തി നടക്കില്ലേ? ആ സ്റ്റിക്കിന് എന്താ പറയാ? മറക്കരുത്. ഊന്നുവടി. ഓർമ്മയുണ്ടല്ലേ? പിന്നെ ഇങ്ങനെ പറഞ്ഞ മരത്തിന്റെ അടിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് തപസ് ചെയ്യുന്ന ഒരാളുടെ പേര് ആർക്കറിയാ? തപസ് ചെയ്യുന്ന ആളുടെ പേരെന്താ? ഒക്കെ മറന്നൂല്ലേ നിങ്ങള്? ആരാ? ആത്മീക പറഞ്ഞ തപസ് ചെയ്യുന്ന ആൾക്ക് പറഞ്ഞ പേര്? ഋഷി. പിന്നെ മുകളിലേക്ക് കയറാനുള്ള ഒരു ഉപകരണത്തിന്റെ പേര് പഠിപ്പിച്ചതാണ് മിസ്. എന്താ? ഏണി. പിന്നെ 5 പേർ ചേർന്നാൽ എന്താ പഠിപ്പിച്ചതാണ്? ഐവർ. 5 പേർ ചേർന്നാൽ ഐവർ. പിന്നെ ഇഴഞ്ഞിഴഞ്ഞു പോകുന്ന കൊമ്പൊക്കെ ആയിട്ടുള്ള ജീവിക്ക് എന്താ പഠിപ്പിച്ചതാണ്? ഇഴയുന്ന ജീവി എന്താ? ഒച്ച്. പിന്നെ ഒരെണ്ണം കൂടി പറയൂ. ലാസ്റ്റ് എന്താ? മരുന്നിന് പറയുന്ന മറ്റൊരു പേര്. മരുന്നിന് നമ്മൾ കഴിക്കുന്ന മരുന്ന് അസുഖമൊക്കെ വന്ന അതിന് പറയുന്ന മറ്റൊരു പേരെന്താ? എന്താ? ഔഷധം. എല്ലാവരും ഓക്കെ ആണല്ലേ? എല്ലാവരും പഠിച്ച് നല്ല കുട്ടികളായിട്ട്. ഇനി എന്ന സ്വരത്തിലെ വാക്ക് പറഞ്ഞേ. കണ്ണ്. നഖം. ഗഗം. ഘടികാരം. ഇനി അടുത്തത് ചത്രം. ചക്രം. ഛത്രം. ജനൽ. കഷം. ഞണ്ട്. അടുത്തത് കഴിഞ്ഞ ദിവസം പഠിച്ചത് പറഞ്ഞേ. വട. മിഠായി. ഡപ്പി. ഡക്ക. മണി. അടുത്തത് ഒരക്ഷരം വെച്ച് പറയുക നിങ്ങള്. അപ്പോൾ പറഞ്ഞേ. തത്ത. രഥം. ദീപം. ധനം. നഖം. അടുത്തത് പന. ഫലം. ബലൂൺ. ഭരണി. മരം. പഠിച്ചല്ലോ? അരുണിമ വന്നല്ലോ. അരുണിമ ക്ലാസ്സില് തീരെ തറില്ലല്ലോ. അരുണിമ പറഞ്ഞേ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് പറഞ്ഞേ. തത്ത. രഥം. ദീപം. ധനം. നഖം. അടുത്തത് പന. ഫലം. ബലൂൺ. ഭരണി. മരം. നീ പഠിച്ചാ? എല്ലാവരും പഠിച്ചാ? ഇനി നമ്മളുടെ മലയാളം ബുക്കില്ലേ, നമ്മുടെ വർക്ക് ഷീറ്റിൽ എല്ലാവരും ചിത്രം കൊടുക്കുക. വർക്ക് ഷീറ്റ് ചിത്രത്തിന് കളർ കൊടുത്തല്ലോ. കളർ കൊടുത്തുവോ? അപ്പൊ കളർ കൊടുക്കണം
പേജ് മുതല് നമ്മള് ഇതുവരെ പഠിച്ചത് വരെ നമുക്ക് കളർ കൊടുക്കാം. പിന്നെ അതിന് കുറച്ച് മാച്ച് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. ഓരോ അക്ഷരങ്ങൾക്ക് യോജിച്ച വാക്കുകൾ മാച്ച് ചെയ്യാൻ അത് ചെയ്യട്ടാ. പിന്നെ വിട്ടുപോയ അക്ഷരങ്ങൾ കാണും. ആന, ആന, വല, വര, അങ്ങനെ അക്ഷരങ്ങൾ കാണാം. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ മാച്ച് ചെയ്യാം. അതാ ചിത്രം വിട്ടുപോയ അക്ഷരം എഴുതി ചേർക്കുക. ഏതാ പേജ് നമ്പർ 118 കാണാം. നമ്മുടെ ബുക്കിലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കില്ലേ, മലയാളം ടെക്സ്റ്റ് ബുക്കില് കണ്ടോ ആനയുടെ ചിത്രമൊക്കെ കണ്ടില്ലേ? പേജ് നമ്പർ 113 ഇത് കാണാം. ഇത് നിങ്ങൾ ചെയ്യണം കേട്ടാ. കണ്ടോ? ആദ്യം തന്നെ ചിത്രം നോക്കി വിട്ടുപോയ അക്ഷരം എഴുതി ചേർക്കുക. അപ്പൊ ആദ്യം എന്താ നമ്മൾ ലാ പഠിച്ചിട്ടില്ല, പക്ഷെ വാ പഠിച്ചിട്ടുണ്ടല്ലേ നമ്മള്. അപ്പൊ ഇതിലെന്താ വാ എന്ന് എഴുതി ചേർക്കണം. വര, രാ പഠിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പൊ ഇവിടെ എന്താ എഴുതുക? രാ എഴുതണം. ആന കണ്ടോ? ആന്ന് തന്നിട്ടുണ്ട്. നമ്മള് ഞാ പഠിച്ചിട്ടുണ്ട്, അപ്പൊ ഞാ എഴുതണം നമ്മള്. പിന്നെ പാന്ന് തന്നിട്ടുണ്ട്, നമ്മള് പറ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ റാന്ന് എഴുതി ചേർക്കണം കേട്ടോ. പിന്നെ നമ്മള് അടുത്തത് എന്താ? ചിത്രം നോക്കി പേരുമായി ചേരുന്ന അക്ഷരം യോജിപ്പിക്കുക കേട്ടോ. കണ്ടില്ലേ? ചിത്രം നോക്കിയിട്ട് നമ്മള് ഈ പേരുമായിട്ട് യോജിക്കുന്ന അക്ഷരം ഏത് പേജിലാണെന്നോ? 119 പേജിലുണ്ട് കേട്ടാ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 119 പേജില് ചിത്രങ്ങൾ നോക്കി പേരുമായി യോജിപ്പിക്കുക. ഇപ്പൊ എന്താ തന്നിരിക്കുന്നത്? ചവണ തന്നിട്ടുണ്ടല്ലേ? ചവണ. ചവണ ഏതാ? ഏതക്ഷരം ആദ്യം വരുന്നേ ചവണയിലേക്ക്? ച എന്ന അക്ഷരത്തിന്റെ അവിടേക്ക് നമ്മൾ യോജിപ്പിക്കണം. ഇനി അടുത്തത് കണ്ണാണ് തന്നിരിക്കുന്നത്. കണ്ണിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. അപ്പൊ കണ്ണ് എന്നുള്ളത് ക എന്ന ചിത്രത്തിന്റെ മുകളിലേക്ക് യോജിപ്പിക്കുന്നത്. ഇനി അടുത്തത് തത്തയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഏത് അക്ഷരത്തിന്റെ മുകളിലേക്ക് യോജിപ്പിക്കുക? തത്തേനെ ത എന്ന അക്ഷരത്തിന്റെ അവിടേക്ക് യോജിപ്പിക്കുക. ഇനി അടുത്തത് തന്നത് പനയാണ്. പന കണ്ടോ? പനയ്ക്ക് ഏതക്ഷരം ആദ്യം വരുന്നത്? പ എന്ന അക്ഷരമാണ് ആദ്യം വരുന്നത്. ഇനി അടുത്തത് വട. വട വരുമ്പോഴോ ദ എന്ന അക്ഷരം ആദ്യം നമുക്ക് യോജിപ്പിക്കാം അല്ലേ? ഇനി നമുക്ക് ചില അക്ഷരങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അതുവരെ നിങ്ങള് നല്ല കുട്ടികളായിട്ട് എല്ലാതും ചെയ്യുക. പിന്നെ 122 പേജില് ചിത്രം നോക്കി വിട്ടുപോയ അക്ഷരം എഴുതുക. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന വരെ ഈ അക്ഷരങ്ങൾ എഴുതുക. അപ്പൊ നമ്മള് പഠിച്ചു കഴിഞ്ഞതാണ് കേട്ടോ. നിങ്ങൾ കണ്ടുണ്ടാവുന്നത് 122 പേജ് 122 പേജ് നമ്പറില് നിങ്ങൾ കുറി കണ്ടിട്ടുണ്ടാവും. മരം, ആന, തല, പന, വടി. നമ്മൾ വടി മാത്രം നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ? ബാക്കിയല്ലാതെ നമ്മളിതില് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ നിങ്ങള് വിട്ടുപോയ അക്ഷരം ചിത്രം നോക്കി യോജിപ്പിക്കുക കേട്ടോ.